ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കുട്ടികൾക്ക് സൂപ്പർ ടേസ്റ്റിയും എന്നാൽ വളരെ ഈസിയുമായിട്ടുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ. അതിന് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ചൂടുവെള്ളത്തിൽ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കോളിഫ്ലവർ അതിനകത്തേക്ക് 15 മിനിറ്റ് വെക്കണം. ഒരു പാത്രത്തിൽ കുറച്ച് മുളക് പൊടി, കുട്ടികൾക്കായതുകൊണ്ട് തന്നെ കുറച്ച് മതി മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ആ മിക്സിലേക്ക് നമുക്കിനി കോളിഫ്ലവർ മാറ്റാം. ഞാനിതിൽ അഡീഷണൽ ആയിട്ടുള്ള കോൺഫ്ലവറിൻ്റെ പൊടികളോ അരിപ്പൊടിയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം അതൊക്കെ ആഡ് ചെയ്യുമ്പം ഒരു എക്സ്ട്രാ കോട്ടിങ് പോലെ ഉണ്ടാവും. അത് ചിലപ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഇതിലാവുമ്പം ഇതിൻ്റെ ആ ക്രഞ്ചിനെസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ കിട്ടുകയും ചെയ്യും. നമുക്ക് വേറെ അഡീഷണൽ പൊടികളൊന്നും ചേർക്കാത്തതുകൊണ്ട് ഈ മിക്സ്ചർ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പാന് അടുപ്പത്തേക്ക് വെക്കാം. പാൻ നന്നായി ചൂടായി വരുമ്പം നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിക്കാം. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണയോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് എണ്ണയായാലും ഒഴിക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് തവിട് എണ്ണയാണ്. ഇതിൽ ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല ചെയ്യുന്നത്. കുറച്ച് എണ്ണ മാത്രം ഒഴിക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം മൊത്തം കോളിഫ്ലവർ നമ്മൾ അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്കിത് ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. എണ്ണ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് നമുക്കൊന്നിത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എണ്ണ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. കോളിഫ്ലവർ ഒരുപാട് വേവേണ്ട കാര്യമില്ല. 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് കുറച്ച് നേരം ഈ ജസ്റ്റ് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കോളിഫ്ലവർ. ഇത് നിങ്ങൾക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിൻ്റെ കൂടെയോ ഡിന്നറിൻ്റെ സമയത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കൊടുക്കാം. പല സ്കൂളുകളിൽ നമുക്ക് നോൺ വെജ് ഒന്നും കൊടുക്കാൻ പറ്റില്ല ലഞ്ചിൻ്റെ കൂടെ. ആ ടൈമിൽ ചില മക്കൾക്കാണെങ്കിൽ നോൺ വെജ് ഇല്ലാതെ കഴിക്കാത്ത കുട്ടികളുണ്ടാവും. അവർക്കൊക്കെ നിങ്ങൾക്ക് ഈ ഡിഷ് ട്രൈ ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. കാരണം ഇത് ഇങ്ങനെയാവുമ്പം ഇതിൻ്റെ ആ ക്രഞ്ചിനെസ് അങ്ങ് പോകുന്നില്ല. നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ നമുക്ക് കോളിഫ്ലവർ പൊരിച്ചത് കിട്ടും. അതിനൊക്കെ ആ കോൺഫ്ലവറിൻ്റെ കോട്ടിങ് ഉള്ളത് കൊണ്ടും പിന്നെ അവർ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതുകൊണ്ടും ഒരു ആ ക്രഞ്ചിനെസ് അങ്ങ് പോകും. പക്ഷേ ഇതിനാവുമ്പം നമ്മൾ ഈ നട്ട്സൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഇവൻ നമുക്ക് വേണമെങ്കിൽ ചായൻ്റെ കൂടെയും ഇതൊന്ന് കൂട്ടാം കേട്ടോ. പിന്നെ വലിയ ആൾക്കാർക്കാണെങ്കിൽ എരിവ് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. നിങ്ങളെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത്യാവശ്യം കളറൊക്കെ മാറി ഒന്ന് പൊരിഞ്ഞ് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.